ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ചെറുകഥയുടെ പേരാണ് ആത്മാർത്ഥ സ്നേഹം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമമാണ് അമ്പലപ്പുഴ. ആ ഗ്രാമത്തിൽ നല്ല സ്നേഹിക്കാൻ അറിയുന്നവരും സഹായമനസ്കരുമായ ആളുകളാണ് താമസിക്കുന്നത്. അവിടെ ഒരു ചെറിയ വീട്ടിൽ ഒരു അപ്പനും അമ്മയും മകനും താമസിച്ചിരുന്നു. അപ്പൻ്റെ പേര് പോൾസൺ എന്നും അമ്മയുടെ പേര് റീത്ത എന്നും അവരുടെ മകൻ്റെ പേര് റോഹൻ എന്നുമായിരുന്നു. ഒറ്റ മകനായിരുന്നതിൻ്റെ കുറവൊഴിച്ചാൽ സുഖസുന്ദരമായ ജീവിതമാണ് റോഹൻ്റെ. അപ്പൻ പോൾസൺ ഒരു മീൻ വിൽപ്പനക്കാരനും അമ്മ ഒരു വീട്ടമ്മയുമായിരുന്നു. രാവിലെ റീത്തയും റോഹനും പള്ളിയിൽ മുടങ്ങാതെ പോവുക പതിവായിരുന്നു. റോഹന് വീട്ടിൽ കളിക്കാൻ ആരും കൂട്ടില്ല. അവനെ പുറത്തേക്ക് കളിക്കാൻ വിടാറുമില്ല. എങ്ങാനും മറ്റു കുട്ടികളുമായി തല്ലുപിടുത്തമെങ്ങാനും ഉണ്ടായാലോ എന്ന് കരുതിയാണ് മാതാപിതാക്കൾ അവനെ കളിക്കാൻ വിടാതിരുന്നത്. റോഹൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പ്രായത്തിൽ പെരുന്നാളിന് അയൽപ്പക്കക്കാരെയും കൂട്ടി പ്രദക്ഷിണത്തിന് പള്ളിയിലേക്ക് പോയി. പ്രദക്ഷിണത്തിന് ഇടെ പല വീടുകളിലും പടക്കം പൊട്ടുകയും പതിവായിരുന്നു. അതിൽ നിന്നും റോഹൻ മേൽ തീപ്പൊരി വീണ് ഡ്രസ്സ് ഉരുകുകയും കാലിന്മേൽ കുറച്ച് പൊള്ളലേൽക്കുകയും ചെയ്തു. റോഹൻ അപ്പോഴേക്കും ഭയങ്കര കരച്ചിലായി. ഡോക്ടറെ കാണിക്കാമെന്ന് അവിടെ കൂടിയവർ പറഞ്ഞു. അങ്ങനെ പോൾസനും റീത്തയും കൂടി ഡോക്ടറെ കാണിക്കാനായി റോഹനെ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരുന്ന് വെച്ച് കെട്ടി പേടിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് മരുന്നുകളും കൊടുത്ത് അവരെ വിട്ടയച്ചു. ദൈവത്തോട് സ്നേഹം കൂടുമ്പോൾ നമ്മെ പരീക്ഷിക്കുന്നതാണെന്ന് റീത്ത പോൾസനോട് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് എന്തായി എന്ന് ചോദിച്ച് അയൽക്കാർ വന്നത്. വിശേഷങ്ങൾ പറഞ്ഞ് അവരങ്ങനെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം മടങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ലപോലെ പഠിച്ചിരുന്ന കുട്ടിയാണ് റോഹൻ. എല്ലാ ടീച്ചേഴ്സിൻ്റെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു റോഹൻ. അങ്ങനെയിരിക്കെ ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം ഉത്തരപേപ്പർ വിതരണം ചെയ്യുന്നതിനിടെ ഒരു ടീച്ചർ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് റോഹനെ വഴക്ക് പറഞ്ഞു. അതവനെ വളരെയധികം സങ്കടപ്പെടുത്തി. ഇതവനെ ടീച്ചറോടുള്ള ദേഷ്യത്തിനും വിഷമത്തിനും ഇടയാക്കി. പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കളിയാക്കുകയും ഒരു സുഹൃത്ത് മാത്രം അവനെ വന്ന് ആശ്വസിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. അപ്പോൾ ടീച്ചറോടുള്ള വിഷമം അവന് മാറി. എന്നാലും സുഹൃത്തുക്കളെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന പാഠം ഇതിൽ നിന്നും അവൻ മനസ്സിലാക്കി. അതിനുശേഷം ഈശോപ്പൻ്റെ നല്ലൊരു മകനായി റോഹൻ ജീവിച്ചു. +1 ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമെത്തിയപ്പോഴേക്കും പുറത്തുപോയി കളിക്കാനൊക്കെ തുടങ്ങി. അവന് കൂട്ടുകാരൊക്കെ കുറേ ആയി. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഹൻ അറിയാതെ കൈതട്ടി മറ്റൊരു കുട്ടി വീഴാനിടയായി. അപ്പോൾ അവനെ കാര്യം അറിയാതെ മറ്റു കുട്ടികൾ വഴക്ക് പറഞ്ഞു. അവന് ആകെ സങ്കടമായി. അവന് നല്ല കരച്ചിൽ വന്നു. കൂട്ടുകാരുടെ പെരുമാറ്റം അവന് നല്ല വിഷമമുണ്ടാക്കി. അവൻ വീട്ടിലേക്ക് ഓടി അമ്മയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അമ്മ അവനോട് പറഞ്ഞു, സാരമില്ല മോനെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ എവിടേക്കും കളിക്കാൻ വിടാതിരുന്നത്. പിന്നെ ഞങ്ങൾ നിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ എവിടെയും വിടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെന്ന് വെച്ചാൽ എന്നായാലും നീ എന്തിനേയും നേരിടാൻ പഠിച്ചേ മതിയാകൂ. 5 വർഷത്തിനു ശേഷം അവൻ്റെ അപ്പന് അറ്റാക്ക് വന്നു. അവൻ അടുത്തുള്ള കപ്പളയിൽ പോയി കരഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഈശോപ്പൻ ഒരു മറുപടിയും കൊടുത്തില്ല. നിശബ്ദത മാത്രമായിരുന്നു ലഭിച്ച മറുപടി. അവൻ്റെ അപ്പൻ അവരെ വിട്ടുപോയി. അപ്പൻ്റെ മരണശേഷം അവന് ഈശോ അപ്പനോടുള്ള വിശ്വാസമില്ലാതായി. എന്നാൽ കൂടിയും ധ്യാനത്തിന് പോവുകയും ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും ചെയ്യുമായിരുന്നു. റോഹനെ വളർത്താനായി അവൻ്റെ അമ്മ റീത്തയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. ഒരു ഷോപ്പിലെ അക്കൗണ്ടൻ്റായി റീത്ത ജോലി ചെയ്തു. അത് മതിയായിരുന്നു അവർക്ക് സന്തോഷമായി ജീവിക്കാൻ. ധാരാളിത്തമില്ലാത്ത നല്ല സ്വഭാവമാണ് റീത്തയുടേത്. അവനെ പഠിപ്പിച്ച് ഒരു നല്ല രീതിയിൽ എത്തിക്കണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചിരുന്നു. അമ്മയുടെ പല ആഗ്രഹങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ചാലും മകന് ഒരു കുറവും വരരുത് എന്ന് ആ അമ്മ ആഗ്രഹിച്ചു. അവന് 2 വർഷം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. എന്നാലും റോഹൻ്റെ പഠിപ്പ് കഴിയുന്നതുവരെ സഹിക്കാതെ പറ്റില്ലല്ലോ. 2 വർഷത്തെ ആ കോഴ്സ് കഴിഞ്ഞ് മകൻ തിരിച്ചെത്തി. രണ്ടുപേരും അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവച്ചു.
ഒറ്റപ്പെടൽ ഭയങ്കരമായ പ്രശ്നമാണെന്ന് രണ്ടുപേരും പറഞ്ഞു. തുടർന്ന് അവന് നല്ലൊരു ജോലി കിട്ടി. നാട്ടിൽ തന്നെ ജോലി ചെയ്ത് അമ്മയോടൊപ്പം ജീവിക്കണമെന്ന് റോഹൻ ആഗ്രഹിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അവന് കുവൈറ്റിൽ ഒരു നല്ല ജോലി കിട്ടി. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ എന്തു ചെയ്യും? ഞാനിവിടെ ഒറ്റയ്ക്കാകും. എന്നാലും സാരമില്ല, നീ എന്തായാലും പോകണം. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. അമ്മ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നീ നിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായി കാണണം, സന്തോഷിച്ച് ജീവിക്കുന്നത് കാണണം എന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ആ മനസ്സ് പിടയുകയായിരുന്നു. അങ്ങനെ മകൻ ഗൾഫിലേക്ക് പോയി. അമ്മയോട് ഇനി മുതൽ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു. റോഹൻ അവിടെ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു. അത്യാവശ്യം നല്ല സാലറിയൊക്കെയായി. 2 വർഷം അങ്ങനെ കടന്നുപോയി. ലീവിന് നാട്ടിലെത്തി. അമ്മയോട് പറഞ്ഞു, അമ്മേ, ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ കുവൈറ്റിലേക്ക് വരണം. ഞാൻ അവിടെ ഒരു വീടെടുത്തിട്ടുണ്ട്. അത് കേട്ട് അമ്മ പറഞ്ഞു, ഞാൻ വരുന്നില്ല മോനെ. എനിക്ക് പപ്പയെ ഇടയ്ക്ക് പോയി കാണണമെങ്കിൽ ഞാൻ അവിടേക്ക് വന്നാൽ സാധിക്കുമോ? അപ്പോൾ മകൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മ എൻ്റെ കൂടെ വരിക തന്നെ ചെയ്യും. വേറെ ഒന്നും പറയണ്ട. അങ്ങനെ അവർ നാട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി കുവൈറ്റിലെത്തി. അവരെ കൊണ്ടുപോകാനായി റോഹൻ്റെ കൂട്ടുകാർ വന്നിരുന്നു. അവരുടെ കാറിൽ കയറി റൂമിലെത്തി. ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് അവൾ കരുതിയിരുന്ന ഗൾഫിൽ താൻ എത്തിയെന്ന് വിശ്വസിക്കാൻ പെട്ടെന്ന് സാധിച്ചില്ല. സ്വയം പറഞ്ഞു പറഞ്ഞ് മനസ്സിനെ അവൾ പഠിപ്പിച്ചു. നല്ല തണുപ്പുള്ള സമയത്താണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. തണുപ്പ് സഹിക്കാനാവുന്നില്ല എന്ന് അവൾ മകനോട് പറഞ്ഞു. മകൻ പറഞ്ഞു, അമ്മേ, സാവധാനത്തിലെല്ലാം ശരിയാകും. അമ്മയ്ക്ക് കൂട്ടായി ഞാനില്ലേ. അമ്മയാണ് എൻ്റെ എല്ലാം. നമ്മൾ കൊടുത്ത സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് അവൾ ആ സമയം ഓർത്തു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു.